ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ 10 പ്രമാണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രമാണത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു പോകാം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതാണ് ഒന്നാം പ്രമാണം. ഇതിൻ്റെ ഒരു ചെറിയ വിശുദ്ധീകരണം മാത്രമേ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവമായ കർത്താവിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു, അത് കർത്താവിൻ്റെ കൽപ്പനകളുടെ ലംഘനമാണ്. അതിപ്പോൾ ഭാര്യയാകാം, ഭർത്താവിനെയാകാം, മക്കളെയാകാം, ധനത്തെയാകാം, ജോലിയെ ആകാം, എന്തു തന്നെ ആയിക്കോട്ടെ, അതെല്ലാം നമുക്കൊരു വിഗ്രഹമായി തീരുകയാണ്. സർവശക്തനായ കർത്താവിനെ ഒന്നാം സ്ഥാനം നൽകി നമ്മൾ ജീവിതം കഴിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെല്ലാം നൽകപ്പെട്ടതാണ്. സൃഷ്ടാവിനെ മറന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് വഴുതി വീഴുന്നതും, നമ്മൾ പാപത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതും, നമ്മുടെ ആത്മാവിനെ നമ്മൾ നഷ്ടമാക്കുന്നതും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒന്നാം സ്ഥാനം കർത്താവായ ഈശോ മിശിഹായ്ക്ക് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അല്ലാതെ നമ്മൾ മറ്റെന്തിന് കൊടുത്താലും അത് തന്നെ നമുക്കെതിരായിത്തീരും. അതിപ്പോൾ ഭാര്യയാകാം, ഭർത്താവാകാം, ധനമാകാം, എന്തുമായിക്കോട്ടെ, അത് തന്നെ നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാകും. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് നൽകി നമ്മൾ ജീവിതം കഴിക്കണം. ഒരു തിരുവചനം നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. ജാഗരൂകരായിരിക്കുവിൻ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം വളരെ വ്യക്തമായിട്ട് ലൂക്ക സുവിശേഷകൻ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ജാഗരൂകരായിരിക്കാൻ. അപ്പോൾ ഈശോയോട് ചേർന്ന് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതം കഴിച്ചാൽ മാത്രമേ ഈ പാപ അവസ്ഥകളിലേക്ക് നമ്മൾ വീഴാതിരിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ഇന്ന് പണത്തിൻ്റെ പിന്നാലെയാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. പണം ഒരു വിഗ്രഹമാണ്. ഞായറാഴ്ച കുർബാന പോലും മുടക്കി ജോലിക്ക് പോകാമെന്ന് വിചാരിക്കുന്നവരാണ് കൂടുതലും. ശരിയല്ലേ? അത് കർത്താവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ കുറവാണ്. ഈശോയെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ഈശോയെ ആരാധിച്ച് ജീവിക്കേണ്ട മക്കളാണ് നമ്മൾ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ള വസ്തുക്കൾക്കാണ് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലെല്ലാം നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ മാറ്റി നിർത്തി മറ്റെന്തെങ്കിലും പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കാതെ നമ്മുടെ ജീവിതം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കണം. നിർബന്ധമായും അത് ചെയ്ത് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ജീവിതം കഴിക്കണം. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കാതെ വിശുദ്ധർക്ക് കൊടുത്താലും അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അതിപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിനായിക്കോട്ടെ, ഔസേപിതാവിനായിക്കോട്ടെ, ഏത് വിശുദ്ധാത്മാക്കൾക്കായിക്കോട്ടെ. കാരണം ഇന്ന് നമുക്ക് അത്ഭുതവും അടയാളവും രോഗശാന്തി എന്ന് പറഞ്ഞിങ്ങനെ പലരും ഇത് വെച്ച് നീട്ടുകയാണല്ലോ. കാരണം
അതെല്ലാം പണസമ്പാദനത്തിൻ്റെ ഒരു മാർഗമായി മാറിയിരിക്കുകയാണ്. അപ്പം സത്യദൈവമായ കർത്താവിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇതിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കുക. നാട്ടിലൊരു ദേവാലയത്തിലെ ഒരു നൊവേനപ്പള്ളി, അവിടെ സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടക്കുന്ന സമയത്ത് ഈ തിരി കത്തിക്കാനും മാലയിടാനുമായിട്ട് ഈ ദിവികാരനാഥൻ്റെ മുമ്പിൽ കൂടെ യാതൊരു ഇതുമില്ലാതെ അലക്ഷ്യമായിട്ട് ആ ഇരിക്കുന്നത് ഈശോയാണെന്നുള്ള യാതൊരു ബോധ്യമില്ലാതെ ക്രിസ്ത്യാനികൾ പോലും മാലയിടാനായിട്ട് വിശുദ്ധാത്മാക്കളുടെ പിന്നാലെ ഓടുന്ന ഓട്ടം കണ്ടിട്ട് മനസ്സിന് വിഷമം തോന്നിയിട്ട് ഞാൻ ആ ദേവാലയത്തിലെ അധികാരികളോട് പറഞ്ഞു, നിങ്ങൾ തിരിയും വിറ്റോ എണ്ണയും വിറ്റോ എന്ത് വേണേലും വിറ്റോ, പക്ഷെ ദിവികാരനെ എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടക്കുന്ന സമയത്തെങ്കിലും നിങ്ങളിതൊന്ന് കുറയ്ക്കുക, പരിപാടി ഒന്ന് ക്ലോസ് ചെയ്യുക, ആരാധന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിറ്റോളാൻ പറഞ്ഞു. പക്ഷെ അവരത് മൈൻഡ് ചെയ്തില്ല. കാരണം പൈസ കിട്ടുന്ന ഒരു ലാഭകരമായ ഒരു കാര്യം നിർത്തത്തില്ലല്ലോ. അതോടുകൂടി നൊവേന പരിപാടികൾ ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ പിന്നെ നൊവേനകൾ കൂടാറില്ല. എനിക്ക് വിശുദ്ധാത്മാക്കളോടൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ ദിവികാരൻ്റെ നാഥനെ കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും ഉള്ളൂ. കാരണം വഴിയും സത്യവും ജീവനും കർത്താവാണ്. കർത്താവിലൂടെ അല്ലാതെ ഒരു അത്ഭുതമോ അടയാളോ രോഗശാന്തിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല. വേറെ ആർക്കും അതിനുള്ള ഇതില്ല, പവറില്ല. ആകെ ഒറ്റ ഒരാൾക്ക് മാത്രമേ പവറുള്ളൂ, അത് കർത്താവ് യേശു മിശിഹാ തമ്പുരാനാണ്. ഇവരെല്ലാം വിശുദ്ധരായി ജീവിച്ചവരാണ്. ഇന്ന് അവർ വിറ്റ് തിന്നുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഇത് പറയുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു നൊവേനകളും കൂടാറില്ല. കാരണം അത് കർത്താവിന് വില കൊടുക്കാതെ മറ്റുള്ള എന്തിൻ്റെ പിന്നാലെ പോയാലും അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. നിങ്ങളത് ഓർക്കണം. അപ്പോൾ ഈ കാലഘട്ടം അങ്ങനെ ഒരു വല്ലാത്ത അരാജകത്വത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ജനറേഷൻ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. എന്തിന് വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം നൊവേനയ്ക്ക് മാത്രം വരുന്ന ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികൾ. അപ്പോൾ എവിടെ കിടക്കുന്നു അതിൻ്റെ ആ ഒരു അവസ്ഥ പോകുന്നത് എങ്ങനെയാണ്? കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആരും അങ്ങനെ കൂടുതൽ ഇത് പറഞ്ഞില്ല. നൊവേനകളുടെ അത്ഭുതം അടയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ വീഴും. എല്ലാത്തിൻ്റെയും ലക്ഷ്യം അതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുത്ത് ജീവിതം കഴിക്കണം. അല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ പിന്നാലെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റു പറയുക, പാപം സ്വീകരിക്കുക, നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. മറ്റൊരു തിരുവചനം കൂടി നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 34-ാം തിരുവചനം. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പോൾ എവിടെയാണ് നമ്മുടെ നിക്ഷേപം, അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നമുക്ക് ജീവിതം കഴിക്കാം. അതിന് വിഘ്നമായി ഈ കാലയളവിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കാതെ മറ്റുള്ള വസ്തുക്കൾക്ക് നൽകി അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് നൽകി ജീവിതം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കുക. ഇനിയുള്ള ഹ്രസ്വകാല ജീവിതം ഈശോയോട് കൂടി ആയിരിക്കട്ടെ. സർവശക്തനായ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.